ഈ പകലാവശ്യമായ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ദൈവം നൽകി ദൈവമായ കർത്താവിനെ സഹായിക്കേണ്ടതിന് അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത ആൾക്കാരെ സ്തോത്രം 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 ദൈവമായ കർത്താവിൻ്റെ വലിയ വിടുതൽ കർത്താവ് നൽകി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ വലിയ വിടുതൽ പറയേണ്ടതിനായി ദൈവമായ കർത്താവിനെ സഹായിക്കുന്ന പരിശുദ്ധരാവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അങ്ങേ നിങ്ങളെ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും സഹായിക്കണമേ. ഏകാഗ്രതയോടെ അങ്ങയുടെ പാടുപെടുത്തിരിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. പാടുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സുജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ പ്രിയമുള്ളവർക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അല്പസമയം കർത്താവിന്റെ പാടുപെടുത്തിൽ ഞങ്ങളിരുന്ന് അങ്ങേ മാറ്റപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ദൈവയുടെ കേൾക്കണം നല്ല പിതാവേ. പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്തുതികളിലുന്നതനെ നാഥന്മാർ തോറും ചെയ്യുന്ന നന്മകളോട്ട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നന്മകൾ തോറും ചെയ്ത നന്മകളെയോട്ട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താരോടിച്ചടച്ചിടുമോ, അമ്മയെ പോലെ താരോടിച്ചടച്ചിടുമോ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എന്നമേ, സ്തുതികളിലുന്നതനെ നാഥന്മാർ തോറും ചെയ്യുന്ന നന്മകളോട്ട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അറ്റങ്ങേറിടുമ്പോ അറ്റങ്ങേറിടുമ്പോ പൊരുക്കുമല്ലോ, േശനാമോ പൊരുക്കുമല്ലോ. േശനാമോ പൊരുക്കുമല്ല
മേശ നാമൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എന്നാമേ സ്തുതികളിലുന്നതനെ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ. പാടുക നീ എന്നും മാനാമേ. നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ. പാടുക ീരിലോ 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 പോരാടി പീരരാ തന്നിടും നിരോഗ സൗഖ്യം. ഹല്ലേലൂയ സ്തോത്രം. പോരാടി പീരരാ തന്നിടും നിരോഗ സൗഖ്യം. തന്നിടും നിരോഗ്യം. സ്തുതി സ്തുതി എന്നാമേ സ്തുതികളിലുന്നതനെ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ. പാടുക നീ എന്നും മാനാമേ. നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ. പാടുക നീ എന്നും മാനാമേ. ശൈലമേ സന്ദേഹവും കോട്ടയും സഹായ ശൈലമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കരുണ ബഹുലമധു സ്തുതി സ്തുതി എന്നാമേ സ്തുതികളിലുന്നതനെ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ. പാടുക നീ എന്നും മാനാമേ. നാളോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മാനാമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ബല ബൗഡല ബൗഷ പുന ബല 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 ബൗഷറ ബല ബല ബൗഡ പുന ബല ബൗഡല ബൗഷറ ബല ബല ബൗഡി പുന ബല ബല ബൗഷറ ബല ബൗഡല ബൗഷറ ബല ബൗഡല ബൗഷ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവമാകെ നമ്മെ തന്നെ പൂർണ്ണമായി താഴ്ത്തിയുള്ള ശുശ്രൂഷകളെല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹമാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ദൈവമായ കർത്താവിന്റെ നാമത്തിന്റെ വലിയ മഹത്വം ശക്തിയോടെ നമ്മുടെ നടുവിൽ കർത്താവ് വെളിപ്പെടുത്തണം. ഇന്നത്തെ ശുശ്രൂഷകൾ എല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു നൽകേണ്ടതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടച്ച് വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഏഞ്ചൽ പ്രാർത്ഥിക്കുവാൻ ശേഷം അജിത പ്രാർത്ഥിക്കുവാൻ ശേഷം ദൈവസന്നിധിയിൽ അതേ വിഷയങ്ങളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം.
സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 Praise the Lord. Hallelujah. 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 സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 Praise the Lord. സ്തോത്രം Hallelujah. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുമാറാകണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. Praise the Lord. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. Amen. Sodram, 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 Sodram. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം Sodram, 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 Sodram. കൃപ 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 കൃപ. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah.
13, 14, 15 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. 71 സങ്കീർത്തനത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കുന്നുള്ളൂ. 13, 14, 15 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. 71 സങ്കീർത്തനം എല്ലാവരും എടുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാനൊരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ, നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതിയോടും ക്രൂരതയുള്ളവന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. എന്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എടുത്തവൻ നീ തന്നെ, എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഇവിടെ അതിന്റെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ ശത്രുക്കൾ എന്നെ സംസാരിക്കുന്നു, എനിക്ക് പ്രാണഹാനി കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുണ പിടിപ്പീൻ, പിടിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ, എന്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. അടുത്ത 3 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. എന്റെ പ്രാണവിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ, എനിക്ക് പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായുടെ നീതിയെയും രക്ഷയെ വർണ്ണിക്കും, അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനത്തിന് വേണ്ടി ജോലി പ്രാർത്ഥിക്കും. സ്തോത്രം. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട എല്ലാവർക്കും ഇരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഒരാഴ്ച ദൈവത്തെ ആരാധിപ്പാൻ ദൈവനായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പ്രിയ കുഞ്ഞുങ്ങളും നമ്മോടൊപ്പം തിരുനാളിന് ശേഷം വന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായിട്ട് അവർ വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയവരായിരുന്നു. എങ്കിലും സഭയായിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും അതുപോലെ നമ്മുടെ ഭവനത്തിലെ പ്രാർത്ഥനകളിലൊക്കെ ഇവരെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ടായിരുന്നു. ദൈവത്തോട് മധ്യസ്ഥ അണിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദൈവമായ കർത്താവ് ഇന്ന് പകൽ അവരെ കാണുവാനും ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായ എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മേഴ്സിയമ്മാമ അതേ പനിയാൽ ഭാരപ്പെട്ടു. ക്ഷമ അല്പം കൂടി വിട്ടുമാറാനുണ്ട്. എങ്കിലും ദൈവമായ കർത്താവ് ഇത്രത്തോളം കർത്താവിന്റെ ദാസിയെ സഹായിച്ചല്ലോ. മെർച്ചിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ആ പ്രാർത്ഥന അതേ വളരെ അനുഗ്രഹമാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതാണ്. ക്യാൻസർ രോഗത്താൽ 5 വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞ് അത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഉപേക്ഷിച്ചതാണ്. ഇനി കൊണ്ടുപോയിക്കോ. പക്ഷെ വീട്ടിൽ വന്ന് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആഹാരം കഴിക്കാൻ തുടങ്ങി. ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ മാറി തുടങ്ങി. ദൈവം അനുവദിച്ചാൽ ആ കുഞ്ഞിവിടെ വന്ന് സാക്ഷ്യം പറയത്തക്ക വണ്ണം അത് അനേകർക്ക് അത് കാണുവാൻ യേശു വലിയവനാണെന്ന് അനേകർ മനസ്സിലാക്കണം. അതിന് ദൈവം ഇടയാക്കണം. അതിന്റെ അവസരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. 71 സങ്കീർത്തനം കർത്താവിന്റെ ദാസനായ ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ഏകദേശം 24 വാക്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമയത്തിന് പരിധി കൊണ്ട് അതിന്റെ കുറച്ച് വാക്യങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളെങ്കിലും ഈ സങ്കീർത്തനത്തിൽ നിന്ന് മുഴുവൻ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അത് ഇന്ന് ധ്യാനത്തിനെടുക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. വലിയ സങ്കീർത്തനങ്ങളൊക്കെ വരുന്ന സമയത്ത് 119 സങ്കീർത്തനം ഒഴികെ ബാക്കി സങ്കീർത്തനം വരുമ്പോൾ അതിന്റെ ആരംഭത്തിലെ 10-15 വാക്യങ്ങളെ നമ്മൾ വായിക്കുകയുള്ളൂ. പക്ഷെ പ്രബോധിപ്പിക്കുന്ന സമയത്ത് ആ സങ്കീർത്തനത്തിൽ നിന്ന്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഓരോ ആഴ്ചയിലും വായിക്കേണ്ട സങ്കീർത്തനങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് എങ്കിലും അതങ്ങനെ വായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനായ ദാവീദ് രാജാവിന്റെ അതേ ഒരു സങ്കീർത്തനമാണ് 71-ാം സങ്കീർത്തനം. കർത്താവിന്റെ ദാസനായ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, അല്ലെ? കർത്താവേ, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ചോദിച്ചോ. അപ്പോൾ ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരിക്കലും അവരെ ലോകത്തിന് മുമ്പാകെ ലജ്ജിപ്പിക്കാൻ ദൈവം ഇടവരുത്തത്തില്ല. മനസ്സിലോ? ദൈവം അങ്ങനെ ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥയിലേക്ക് അവരെ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിവിടത്തില്ല. അങ്ങനെ അഥവാ സംഭവിച്ചാൽ തന്നെയും അതിനകത്ത് എന്തുണ്ടാകും? ദൈവം ചില നീക്കുപോക്കൊക്കെ വരും. ചില നീക്കുപോക്കൊക്കെ ദൈവം അതിനകത്ത് വരുത്തും. പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് അത് എന്തായി എന്നൊക്കെ മറ്റ് പല ആൾക്കാരും ദൈവവിശ്വാസം ഇല്ലാത്തവരൊക്കെ ചോദിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ വന്നാലും എന്ത് ചെയ്യും? ദൈവം തന്റെ മക്കളെ പൂർണ്ണമായിട്ട് വിടുവിക്കും. ചില സമയത്ത് നാം മനസ്സിലാക്കുന്നത് ദൈവമായ കർത്താവിന്റെ വലിയ പ്രവൃത്തി മനുഷ്യന്റെ മനസ്സുകൊണ്ട് ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ചില തലങ്ങളിലുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് കർത്താവിന്റെ ദാസനായ യോസഫിന്റെ അതേ ജീവിതം നാം പരിശോധിക്കുമ്പോൾ യോസഫ് ദീർഘവർഷങ്ങളിൽ കാരാഗ്രഹത്തിലായിരുന്നു. അങ്ങനെ ഒരു കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതായ കുറ്റമൊന്നും യോസഫ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ആ കഠിനമായ കുറ്റം യോസഫ് ചെയ്തിട്ടില്ല. പക്ഷെ യോസഫ് എന്ത് ചെയ്തു? യോസഫ് കാരാഗ്രഹത്തിൽ അതേ ജീവിക്കേണ്ടി വന്നു. ഏകദേശം ഞാൻ ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചത് ഏകദേശം ഒരു 13 വർഷത്തോളം യോസഫ് ഒരു കാരാഗ്രഹത്തിൽ ജീവിക്കേണ്ടി വന്നു. ആ കാരാഗ്രഹത്തിൽ യോസഫ് ജീവിച്ചത് കൊടും കുറ്റവാളികളോടെയാണ് യോസഫ് ജീവിച്ചത്, അല്ലെ? കൊടും കുറ്റവാളികൾ, മോഷണ കേസും കൊലപാതകത്തിലും അങ്ങനെയുള്ള വിഷയത്തിൽ അകപ്പെട്ടിരിക്കുന്ന കഠിനമായ കുറ്റം ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് യോസഫ് ആയിരുന്നത്. അങ്ങനെയുള്ള കുറ്റവാളികളോടുകൂടെ യോസഫ് ആയിരുന്ന സമയത്ത് യോസഫ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ യോസഫ് ഒരു കുറ്റവാളിയായി തീരേണ്ടതാണ്. ജയിലുകളിലൊക്കെ താമസിക്കുന്നവർ അപൂർവമായിട്ട് മാത്രമേ മാനസാന്തരപ്പെടുന്നുള്ളൂ. നമുക്കറിയാം, നമ്മുടെ തിരുവല്ലയൊക്കെ നമ്മുടെ കേരളത്തെ മൊത്തം നടുക്കിയ ഒരു കേസായിരുന്നു കരിക്കവില്ല കേസ്, അല്ലെ? നമ്മുടെ തിരുവല്ലയിലെ സംഭവം. പക്ഷെ ആ കൊലപാതക കുറ്റത്തിൽ അകപ്പെട്ട റെനി ജോർജ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, പിന്നീട് അദ്ദേഹം ഒരു സുവിശേഷകനായി മാറി. അദ്ദേഹം ആരായത് മാറി? ഒരു സുവിശേഷകൻ, നല്ല അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി മാറി. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു അവസരം ഉണ്ടായത് ജയിലിൽ വെച്ചാണ്. അദ്ദേഹം ക്രിസ്തീയ വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്, അല്ലെ? ദൈവത്തെ ആരാധിക്കുന്ന, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജീവിച്ചതായ സമയത്ത് യേശുവിനെ അറിയാനുള്ള അവസരമൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹവും ഒത്തിരി കേസുകളിലും അടക്കുകളിലും ഒക്കെ അകപ്പെട്ടതാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ തൊടുപുഴയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചർച്ചിൽ ഞാൻ പോയതായ സമയത്ത് ആരാധന കഴിഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് നമുക്ക് ടൗൺ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിലേക്ക് പോവുകയാണ്. തൊടുപുഴയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് അവരുടെ വീട്ടിലേക്ക് വരാൻ ദൂരവും. അപ്പം മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്നതായ സമയത്ത് ഞങ്ങളുടെ എതിരെ ഒരാൾ നടന്നു വരികയാണ്. അപ്പോൾ ഈ സഹോദരനോട് ചോദിച്ചു, ആ വരുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത് ഞങ്ങൾ വന്നു, അദ്ദേഹം ഞങ്ങളെ പാസ് ചെയ്തു പോയി, ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നോട് എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, അദ്ദേഹത്തെ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിനക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു പാസ്സായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു സുവിശേഷകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം പാസ്സാണ്, ഇദ്ദേഹമാണ് വെള്ളത്തൂൽ ശിവൻ. വെള്ളത്തൂൽ ശിവൻ, ഇദ്ദേഹമാണ് വെള്ളത്തൂൽ ശിവൻ എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി യാതൊരു സാധ്യതയില്ലാത്ത ആളായിരുന്നു വെള്ളത്തൂൽ ശിവൻ. അതേ കൊലപാതക കേസിലൊക്കെ അദ്ദേഹം പ്രതിയായി. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മാനസാന്തരം നൽകിയത് ജയിലിൽ വെച്ചാണ്.
ജയിലിൽ വെച്ചാണ് യേശു കർത്താവിനെ മനസ്സിലാക്കി മാനസാന്തരാനുഭവത്തിലേക്ക് വന്നു. അതുപോലെ ഗീതാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ, തിരുവല്ല അടുത്ത സ്വദേശിയും കണ്ട ഈ തിരുവല്ലയുള്ളവരാണ് ഗീതാകൃഷ്ണൻ. അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായ അദ്ദേഹം ജയിലിൽ വെച്ചാണ് മാനസാന്തരപ്പെട്ടത്. അങ്ങനെ അപൂർവമായി പലരും ജയിലിൽ വെച്ച് മാനസാന്തരപ്പെടുന്നുണ്ട്, അപൂർവമായി ചിലർ. ബാക്കി മാനസാന്തരപ്പെടാത്തവരൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ, മോഷണ കേസ് ഉള്ള ആള് ജയിലിൽ പിടിച്ചിട്ടാൽ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു കൊള്ളക്കാരനായിട്ടാണ്, വീരപ്പനായിട്ടാണ് അദ്ദേഹം വരും. കാരണം എന്താണെന്നറിയാമോ, ജയിലിലെ ശിക്ഷണമൊക്കെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരും. എന്നാൽ യോസഫ് ജയിലിൽ താമസിക്കുന്ന സമയത്ത് യോസഫിനുള്ള ആ ദൈവപ്രവൃത്തി നഷ്ടപ്പെട്ടില്ല. പിന്നെന്താണ്, അവന്റെ കൃപാവരം ജ്വലിച്ചത് ജയിലിൽ വെച്ചാണ്, അല്ലെ? യോസഫ് കാരാഗ്രഹത്തിൽ വീഴുന്നതിന് മുമ്പ് യോസഫിന് വ്യാഖ്യാനം പറയില്ലായിരുന്നു. യോസഫ് സ്വപ്നം കാണും, അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് വ്യാഖ്യാനിക്കുന്ന ആ സ്വഭാവം യോസഫിന് കിട്ടിയത് കാരാഗ്രഹത്തിൽ വെച്ചാണ്. ജയിലിൽ വെച്ച് യോസഫിന്റെ ആത്മശക്തി വർദ്ധിച്ചു. ജയിലിൽ വെച്ച് യോസഫിന്റെ ആത്മശക്തി വർദ്ധിച്ചു. നമ്മൾ സഭാകാലിൽ വന്നിട്ട് പോലും നമ്മുടെ ആത്മശക്തി വർദ്ധിക്കുന്നില്ല. നമ്മളിവിടെ ആരാധനയ്ക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തിട്ട് പോലും നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിക്കുന്നില്ല. നമ്മൾ ഒരാഴ്ച കീഴോട്ട് പോകും, വളരുന്നുണ്ട് വളരുന്ന പോലെ. എങ്ങനെ താഴോട്ട് പോവാ നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ ആത്മശക്തി വർദ്ധിക്കാൻ വേണ്ടി മുഖാന്തരമാകും. ഞാൻ പറഞ്ഞു വന്നത്, യോസഫ് ജീവിച്ചതായ കാരാഗ്രഹത്തിൽ അവനോടൊപ്പം ഒരു പ്രത്യേകമായ സമയത്ത് 2 തടവുകാർ വന്നു. ഫറവോയുടെ കൊട്ടാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നത്, ഫറവോയ്ക്ക് ആഹാരം കൊടുക്കുന്ന ആൾ, വീഞ്ഞു കൊടുക്കുന്ന ആൾ, അപ്പക്കാരന്റെ പ്രമാണിയും വീഞ്ഞുകാരന്റെ പ്രമാണിയും. ഇവര് ഒരു രാത്രി ഏകദേശം വ്യത്യസ്തമായ സ്വപ്നം കണ്ടു, അല്ലെ? പക്ഷെ യോസഫ് അവരോട് പറയുകയാണ്, വീഞ്ഞുകാരന്റെ പ്രമാണി പറയുകയാണ്, 3-ാം ദിവസം നിന്നെ ജോലിക്ക് സ്ഥിരപ്പെടുത്തും. 3-ാം ദിവസം നിന്റെ ജോലി അത് സ്ഥിരമാകും, ഫറവോൻ നിന്നെ ജോലിക്ക് സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ അവന്റെ ആ വിഷയത്തിന് ദൈവം പരിഹാരമാകുമെന്ന് ദൂത് പറഞ്ഞ യോസഫിന് പിന്നെയും സമയം മുന്നോട്ട് പോവുകയാണ്. കണ്ടോ, യോസഫിനോട് ദൈവം പറഞ്ഞ ദൂത് 3 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്നില്ല. ദൈവം പറഞ്ഞ ദൂത് 3 ദിവസത്തിനുള്ളിലൊക്കെ നടക്കുകയാണ്. അപ്പൊ യോസഫ് പ്രാർത്ഥിച്ചാലും യോസഫ് അപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം വേഗത്തിൽ കാര്യം നടത്തും. പക്ഷെ യോസഫിന്റെ കാര്യത്തിന് പലപ്പോഴും നീക്കുപോക്ക് വരുന്നില്ല. ഇന്നലെ ദൈവമക്കളെ, ചില സമയത്തൊക്കെ നമുക്കും അങ്ങനെ ഉണ്ടാകും, അല്ലെ? നാം പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പലർക്ക് വേണ്ടി ഉപവസിക്കുമ്പോഴും ദൈവത്തോട് കരയുമ്പോഴും അവർക്കും ഒക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വേഗത്തിലുണ്ടാകും. നമ്മുടെ ചില വിഷയങ്ങൾ താമസിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്ന വിഷയം, നാം ഉപവസിക്കുന്ന വിഷയം, നാം കരയുന്ന വിഷയം, ചില സമയത്തൊക്കെ നാം പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ നമ്മൾ പേടിയാ. കാരണം കർത്താവേ, സമയങ്ങൾ മുന്നോട്ട് പോയി, വാഗ്ദത്തവരെ നടന്നില്ല, ഈ വാഗ്ദത്തവരെ അത് സംഭവിച്ചിട്ടില്ല, നീ എന്നോട് പറഞ്ഞ ദൂത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ദൈവത്തിൽ പറയുന്നതല്ലാതെ സ്തോത്രം, നമുക്ക് ശരിയായ വിഷയത്തിന് പോലും പ്രാർത്ഥിക്കാൻ ധൈര്യം കിട്ടാതെ പോകുമ്പോൾ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ആ കാരാഗ്രഹത്തിൽ വന്നത്. അവന്റെ വിഷയത്തിന് 3-ാം ദിവസം മറുപടിയായി. അവന്റെ വിഷയത്തിന് 3-ാം ദിവസം മറുപടിയാകുമ്പോ യോസഫിന്റെ വിഷയത്തിന് പിന്നെ 13 വർഷം കഴിഞ്ഞു അവനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം യോസഫിനെ കൈവിട്ടില്ല. അതിന്റെ അവസാന സമയത്ത് ദൈവം അവന് വേണ്ടി മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തപ്പോൾ എങ്ങനെ ദൈവം പ്രവർത്തിച്ചതറിയാമോ? ആരും പാര വെച്ചാൽ ഏക്കാത്ത വിഷയം പോലെ ദൈവം പ്രവർത്തിച്ചു. ആരും പാര വെച്ചാലും നടക്കാത്ത രീതി ദൈവം പ്രവർത്തിച്ചു. കാരണം രാജാവിനെ കൊണ്ട് ദൈവം ഇടപെട്ടു. ദൈവം രാജാവിനോട് ഇടപെട്ടു. രാജാവിനോട് ഇടപെട്ടത് എന്തിനാണെന്നറിയാമോ? അതിന്റെ പിന്നിൽ പിന്നെ ആരും വേഗത്തിൽ വന്ന് യോസഫിനെതിരെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഏറ്റവും ഉന്നതത്തിൽ നിന്ന ഒരു ഇടപെടൽ ദൈവം യോസഫിന് വേണ്ടി കൊടുത്തു. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ദൈവം യോസേഫിനെ ഉയർത്തിയപ്പോൾ ആ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോ മാനുഷികമായ ദൃഷ്ടിയിൽ ചിന്തിക്കാനും പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയാണ് ചില സമയത്ത് ചില വിടുതലൊക്കെ താമസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഇന്ന് ഒരു കാലം വിടുതൽ താമസിച്ചാൽ പേടിക്കരുത്. ദൈവം ഉദ്ദേശിക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത ഉന്നതമായ ചില വഴികൾ ദൈവത്തിന് മുമ്പാകെ ഉണ്ട്. ഇതാ കർത്താവിന്റെ വചനത്തിൽ നാം വായിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദാസനായ ദാവീദ് അതിന്റെ ആ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 14 തൊട്ട്. ഞാനും എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. അല്ലേ? ഞാൻ നിന്നെ സ്തുതിക്കുന്നത് ദൈവമേ, നിന്റെ നീതിയെ വർണ്ണിക്കുന്നതിന്റെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സ്തുതിക്കുന്നതിന്റെ സംഖ്യയൊക്കെ നമുക്കറിയാം, അല്ലേ? എങ്ങനെയാ? നമുക്ക് കരങ്ങൾ ഉയർത്തി ആദ്യം എണ്ണാന്നാ പറയും. നമുക്കൊരു 3 ഹല്ലേലൂയ പറയാം. അല്ലേ? നമുക്ക് കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. അങ്ങനെ പറഞ്ഞാലും 3 പറയത്തില്ല, 2 പറഞ്ഞ് ഒതുക്കുക. നമ്മള് ദൈവത്തെ സ്തുതിക്കാന്ന് പറഞ്ഞാലും 1-2 സ്തുതിയൊക്കെ സ്തുതിച്ചിട്ട് നമ്മൾ പിന്നെ കൈയും കെട്ടി മാറിയിരിക്കുക. അല്ലെ? ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നെ സ്തുതിക്കുന്നതിന്റെ എണ്ണം എത്രയാണെന്ന് പോലും എനിക്കറിയത്തില്ല. സ്തോത്രം. ദൈവമേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നത്, ദൈവമേ, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നതിന്റെ എണ്ണം എനിക്ക് അറിയാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ലൈവ് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യവും എനിക്ക് അത് എപ്പോഴും പറയാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ജാതികൾ സ്തുതിക്കുന്നത് പോലെ നമ്മൾ സ്തുതിക്കത്തില്ല. ലക്ഷാർച്ചന എന്നൊക്കെ കേട്ടില്ലേ? ലക്ഷാർച്ചന 1,00,000 പ്രാവശ്യം സ്തുതിക്കുന്നതാണ്. 1,00,000 പ്രാവശ്യം അർച്ചനയും 1,00,000 പ്രാവശ്യം. നമുക്കിവിടെ 2 പ്രാവശ്യം ഒന്ന് സ്തോത്രം പറയാന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ പോലും അത് നമ്മേക്കാൾ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്നവരൊക്കെ ഈ ലോകത്തുണ്ട്. അതിന്റെയൊക്കെ നടുവിലാണ് നമ്മള് ഇവിടെ വന്ന് പമ്മിയിരിക്കുന്നത്. സ്തോത്രം. നോക്കൂ, അപ്പൊ കർത്താവിന്റെ ദാസനായ ദാവീദ് ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കാൻ കാരണം എന്താ? ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്താൻ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ച്. 7-ാമത്തെ വാക്യം. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകും. കർത്താവിന്റെ ദാസനായ ദാവീദ് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ കാരണം ദാവീദ് പലർക്കും ഒരു അത്ഭുതമായി. കാരണം എന്താണെന്നറിയാമോ? രാജാവായിട്ട് വരാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ ഒരു രാജകീയമായ ഒരു കുടുംബത്തിലല്ല ദാവീദ് ജനിച്ചത്. ആണോ? അല്ല, ഇശായിയുടെ മകനായിട്ടാണ് ദാവീദ് വന്നത്, യഹൂദ ഗോത്രത്തിൽ. സ്തോത്രം. എന്നാൽ രാജ്യത്വം ദൈവം ആദ്യം കൽപ്പിച്ചത് ബെന്യാമീൻ ഗോത്രത്തിന്. അല്ലെ? നമുക്കറിയാം, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ആരായിരുന്നു? ബെന്യാമീൻ ഗോത്രത്തിലെ ശൗലായിരുന്നു. ശൗലിനെ കണ്ടാൽ സുന്ദരനാണ്, കോമളനാണ്, അല്ലെ? ആര് കണ്ടാലും ഒന്നും കൂടെ നോക്കും. അത്രമാത്രമുള്ള അതേ ശരീരമുള്ള സൗന്ദര്യമുള്ള ഒരാളാണ് ആര്? ഈ ശൗൽ എന്ന് പറയുന്ന ഈ രാജാവ്. സ്തോത്രം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്നാൽ ദാവീദിന് അങ്ങനെയുള്ളൊരു കുടുംബ ശ്രേഷ്ഠതയൊന്നും പറയാനില്ല. എങ്കിലും ദാവീദ് രാജാവാരെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അത്. ദാവീദ് പറയുകയാണ്, കർത്താവേ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് 8-ാമത്തെ വാക്യത്തിൽ എന്റെ വായ് ഇടവിടാതെ നിന്റെ സ്തുതി കൊണ്ട്, ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസനായ ദാവീദ് വീണ്ടും ദൈവത്തോട് പറയുകയാണ് 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്, അല്ലേ? ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. ഈ ലോകത്തിലെ എല്ലാവരും അങ്ങനെ ചെയ്യും. ഈ ലോകത്തിലെ ജോലിക്കൊക്കെ എന്തുണ്ടാകും?
ഒരു പ്രത്യേകമായ പ്രായം കഴിഞ്ഞാൽ ജോലിയിൽ ആരും എടുക്കത്തില്ല. എടുക്കുവോ? ഇല്ല, ജോലി എടുക്കത്തില്ല. ആ സമയത്ത് ജോലിയിൽ നിന്ന് അത് റിട്ടയർ ആകേണ്ടി വരും. മാത്രമല്ല, ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ പോലും കിട്ടത്തില്ല. കിട്ടുവോ? ഇല്ല, ഇല്ല, ലോൺ കിട്ടത്തില്ല ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ. കാരണം ഇയാൾ അങ്ങനെ വീട്ടിൽ നാളെ പടിഞ്ഞു മണി ചത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാങ്ക് അത് നഷ്ടത്തിലാകൊണ്ട് ലോൺ പോലും കിട്ടത്തില്ല. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് പറയുകയാണ്, വാർദ്ധക്യമാകുമ്പോൾ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. ദാവീദിന്റെ മകനായ ശലോമോൻ വിചാരിച്ച അപ്പന്റെ ചിന്ത പോലെ അല്ലായിരുന്നു മകന്റെ ചിന്ത. ശലോമോൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ശലോമോൻ ഒരിക്കലും വാർദ്ധക്യം ഉണ്ടാകത്തില്ലെന്നാണ് ശലോമോൻ ചിന്തിച്ചത്. ശലോമോൻ രാജാവിന്റെ ചിന്ത, ശലോമോനെ ഒരിക്കലും വാർദ്ധക്യം വരത്തില്ല, എന്നും 40-കാരനായിട്ടിരിക്കും. ആര്? ശലോമോൻ. അങ്ങനെയായിരുന്നു ശലോമോൻ ചിന്തിച്ചത്. സ്തോത്രം. കർത്താവിന്റെ വചനം വായിക്കുന്ന സമയത്ത് ശലോമോൻ ദൈവത്തിന്റെ വചനമൊക്കെ, ദൈവത്തിന്റെ ആലോചനയൊക്കെ കേട്ട് അതൊക്കെ സന്തോഷിക്കുമെങ്കിലും ദൈവാലോചനയെ മാനുഷിക ചിന്ത കൊണ്ട് ശലോമോൻ ചിന്തിച്ചു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതായ ആലോചനയെ ശലോമോൻ എന്ത് ചെയ്തു? മാനുഷിക ചിന്ത കൊണ്ട് അതിനെ വിവേചിച്ചു. അതെങ്ങനെയാ അങ്ങനെ എന്ന് പറയാൻ കാരണം, ശലോമോനോട് ദൈവം പറഞ്ഞു, ശലോമോനെ, നിന്റെ കാലത്ത് യുദ്ധമൊന്നും ഉണ്ടാകത്തില്ല, നീ സമാധാനമുള്ളവനായിരിക്കും. അങ്ങനെയൊക്കെ ദൈവം ശലോമോനോട് പറഞ്ഞു, അല്ലെ? ശലോമോൻ എന്ത് ചെയ്തു? ആ കാര്യമൊക്കെ വിശ്വസിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞതായ സമയത്ത് ശലോമോൻ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ ദൈവം പറഞ്ഞു, എങ്ങാനും ഒരു യുദ്ധം ഉണ്ടായാൽ ഇനി എന്നായി? അല്ലെ? എങ്ങാനും ഒരു യുദ്ധം ഉണ്ടായാൽ ഇനി എന്ത് ചെയ്യും? ശലോമോൻ എന്ത് ചെയ്തു? യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള പണി ശലോമോൻ നോക്കി. എങ്ങനെ? അടുത്തുള്ള രാജ്യത്തൊക്കെ പോയി ശലോമോൻ കല്യാണം കഴിച്ചു. മോവാബ് രാജാവിന്റെ ഭാര്യയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചു. ഫറവോ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ അമാലിക രാജാവിന്റെ ഭാര്യയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അയൽ രാജ്യത്തു നിന്നൊക്കെ ജാതികളോടൊക്കെ ശലോമോൻ രാജാവ് കല്യാണം കഴിച്ചു. കാരണം എന്താ? ഫറവോയുടെ മകളെ കല്യാണം കഴിച്ചാൽ ഫറവോ യുദ്ധത്തിന് വരുമോ? യുദ്ധത്തിന് വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശലോമോൻ ചെയ്തു. എന്തിനു വേണ്ടി? യുദ്ധം ഉണ്ടാകാതിരിക്കാൻ. കുറച്ചു കഴിഞ്ഞപ്പോ ശലോമോൻ മനസ്സിലായി, ഇതിനേക്കാൾ വേറെ അവൻ യുദ്ധം ചെയ്യുകയായിരുന്നു നല്ലത്. കാരണം വചനത്തിൽ എഴുതിയിട്ടുണ്ട്, രാജാക്കന്മാർ 1-ാം പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ, ശലോമോൻ വയോധികനായപ്പോൾ, അല്ലെ? ശലോമോൻ വയോധികനായപ്പോൾ അവന്റെ ഭാര്യമാര് അവനെ അന്യ ദൈവങ്ങളിലേക്ക് വശീകരിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചു. അധികാരികളായ അനേക സ്ത്രീകളെ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു ഇസ്രായേൽ അറിയിച്ചത്. അവര് ശലോമോൻ സ്നേഹത്തെ എഴുന്നേറ്റു ശലോമോൻ വയോധികനായപ്പോൾ കണ്ടോ? അപ്പൊ ഇവിടെ നാം വായിക്കുന്ന സമയത്ത് ശലോമോൻ വാർദ്ധക്യം ചെന്നപ്പോൾ വയോധികനായപ്പോൾ ഭാര്യമാര് പറഞ്ഞത് ശലോമോൻ കേൾക്കേണ്ടി വന്നു. ഭാര്യമാര് പറയുന്നത് എന്താ ഇവർ പറഞ്ഞെന്നറിയാമോ? ഇവര് പറഞ്ഞത് ആ 11-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിച്ചേ. 5-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു.
ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും ആ. യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ തിരിക്കുകയും ചെയ്തതുകൊണ്ട് ആ. യഹോവ അവനോട് കോപിച്ചു. അതെ, യഹോവ ശലോമോനോട് അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകൾ നീ പ്രമാണിച്ചില്ല എന്നുള്ള അപ്പൊ ഇവിടെ മതി. ഇവിടെ നാം വായിക്കുന്ന ആ സമയത്ത് ശലോമോൻ രാജാവിനെ അന്യ ദൈവങ്ങളിലേക്ക് ഭാര്യമാര് വശീകരിച്ചു. അതാണ് ശലോമോന് പറ്റിയ പറ്റ്. എപ്പോൾ? വാർദ്ധക്യമായപ്പോൾ, വയോധികനായപ്പോൾ, അല്ലെ? വയോധികനായപ്പോൾ ശലോമോൻ രാജാവിനെ ഭാര്യമാർ അന്യ ദൈവങ്ങളിലേക്ക് വശീകരിച്ചു. സ്തോത്രം. കർത്താവിന്റെ വനത്തുനിന്ന് വായിക്കുന്ന സമയത്ത് സീദോന്യ ദേവിക്കും അഫ്സരോത്തിനെ അമ്മോനിയുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയൊക്കെ ചെന്ന് സേവിച്ചു. ദൈവത്തെ ആരാധിച്ചു വന്ന, ദൈവത്തെ സ്തുതിച്ചു വന്ന ശലോമോൻ എന്ത് ചെയ്തു? അവസാനം ഈ ജാതികളുടെ വിഗ്രഹങ്ങളെയൊക്കെ പോയി ശലോമോൻ നമസ്കരിക്കുകയും ശലോമോൻ സേവിക്കുകയും ചെയ്തു. മാത്രമല്ല, യെരുശലേമിനെതിരെയുള്ള ആ മലയിൽ, അതേതാണ് ആ മലയെന്ന് പറയുന്നത്? യെരുശലേമിനെതിരെയുള്ള ആ മലയെന്ന് പറയുന്നത് കർത്താവ് പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത ഒലിവുമലയാണ്. ആ ഒലിവുമലയിലാണ് ശലോമോൻ രാജാവ് ഈ അമ്പലമൊക്കെ പണിത്. യെരുശലേമിൽ നിന്ന് നോക്കിയാൽ ഉടനെ കാണുന്ന സ്ഥലം ഈ സ്ഥലമാണ്. ഈ യേശു പ്രാർത്ഥിച്ച ഒലിവുമല. അവിടെ ശലോമോൻ എന്ത് ചെയ്തു? അവിടെ അമ്പലം പണിതു. ആർക്ക് വേണ്ടി? ഭാര്യമാരുടെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ ശലോമോനെ വശീകരിച്ചു, അല്ലെ? ഇന്നും അങ്ങനെയാ. ദൈവകൃപയൊക്കെ നിൽക്കുന്നവരെ, അതെ, വാ, കുഴപ്പമൊന്നുമില്ല, ഉണ്ണിയപ്പം തിന്നോർത്ത്, ഇത് ഉണ്ണിയപ്പല്ല, ഇത് ആഹാരല്ലേ, അങ്ങനെ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ തിന്ന് അതെ വന്ന് ഇവിടെ ഇരിക്കുമ്പോ നമ്മള് നഞ്ച് തിന്ന് കാക്ക ഇരിക്കുന്ന പോലെ ഇവിടെ വന്ന് മയങ്ങിയിരിക്കും. ആരാധനയും പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? നമുക്കൊരു മയക്കവും ഒരു ക്ഷീണവും ഒക്കെ വരും. കാരണം എന്താണെന്നറിയാമോ? ഇതൊക്കെ പോയി കഴിച്ചാൽ അങ്ങനെ സംഭവിക്കും. അപ്പൊ അന്യ ദൈവങ്ങളിലേക്ക്, അന്യ ശക്തിയിലേക്ക് നമ്മെ വശീകരിച്ചു കൊണ്ടുപോകാൻ പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ അതിജീവിക്കണം. ശലോമോൻ അത് കഴിഞ്ഞില്ല. കാരണം ശലോമോൻ ഓർത്തു അവന് മുടി നരക്കത്തില്ല, അവന് ബലം സഹിക്കത്തില്ല എന്നൊക്കെ ശലോമോൻ ഓർത്തു. ഇന്നൊക്കെ മുടി നരച്ചാൽ അതിനൊക്കെ കണ്ടുപിടുത്തമുണ്ട്, അല്ലെ? ദൈവൊക്കെ തേച്ച് അത് നടക്കാം. ചില കണ്ടുണ്ട് ഈ മീശ മാത്രം കറക്കും, മീശ മാത്രം വലിയ കറുപ്പായിരിക്കും, താടിയൊക്കെ എങ്ങനെ വെളുത്തിരിക്കും. പല ദേവസ്വങ്ങൾ കണ്ടു ഈ താടിയുടെ ഇത്രയും ഭാഗത്ത് മാത്രം വെളുപ്പിക്കും, ബാക്കിയെല്ലാം കറുത്ത ഇവിടെ മാത്രം വെളുപ്പിച്ച്, അല്ലെ? നമുക്ക് അങ്ങനെ ഒരു മന്ത്രിയുണ്ട്. ഇപ്പൊ ഗതാഗത മന്ത്രിയെ ശ്രദ്ധിച്ച് നമ്മുടെ, അല്ലെ, മൊത്തം ഡൈ അടിച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം അത് വെളുപ്പിച്ച് സ്റ്റൈലാക്കി കൊണ്ട് നടക്കുകയാണ്. ശലോമോന്റെ കാലത്ത് ഒരുപക്ഷെ ഡൈ ഒന്നും കാണത്തില്ലായിരിക്കും. ശലോമോൻ ഓർത്ത് എനിക്ക് നരക്കത്തില്ല, എനിക്ക് തല നരക്കത്തില്ല, ബലം ക്ഷയിക്കത്തില്ല എന്നൊക്കെ ശലോമോൻ ഓർത്തിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? വാർദ്ധക്യ ശലോമോനെ ആക്രമിച്ചു. വാർദ്ധക്യ ശലോമോനെ ആക്രമിച്ചു. സ്തോത്രം. കർത്താവിന്റെ വരത്തുനിന്ന് വായിക്കുന്നു, ദാവീദ് രാജാവിന് അങ്ങനെ ഒരു വെളിപ്പാടുണ്ടായിരുന്നു. ആ വെളിപ്പാട് ആർക്ക് കിട്ടിയില്ല? ആ വെളിപ്പാട് ശലോമോന് കിട്ടിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സദൃശവാക്യം വായിക്കുന്ന സമയത്ത്, സഭാപ്രസംഗി വായിക്കുന്ന സമയത്ത് ഒക്കെ കാണാൻ കഴിയും. അതൊക്കെ ജ്ഞാനോപദേശമാണ് ശലോമോന്റെ, അല്ലെ? ശലോമോന്റെ മകനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഭാഗമാണ് സദൃശവാക്യം. അതൊക്കെ സദൃശവാക്യത്തിൽ ശലോമോൻ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഭാപ്രസംഗി അത് വായിക്കുന്ന സമയത്ത് എവിടെയാണ് ശലോമോന് പിഴച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. സഭാപ്രസംഗി 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എന്റെ കണ്ണ്, സഭാപ്രസംഗി 1:10, 2:10. അപ്പൊ ഇവിടെ വായിക്കുന്ന സമയത്ത് എന്റെ കണ്ണ് ആഗ്രഹിച്ചൊന്നും ഞാൻ വിലക്കില്ല എന്ന് പറഞ്ഞാൽ കണ്ണ് കാണിക്കുന്നതിന്റെ പുറകെ ശലോമോൻ നടന്നു. അതാണ് പ്രശ്നം. കണ്ണ് കാണിക്കുന്നതിന്റെ പുറകെ ആര് നടന്നു? കണ്ണാണ് ശലോമോനെ കൊണ്ട് നടന്നത്. അതാണ് ശലോമോന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാശമായത്. എന്നാൽ അകങ്കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ആർക്ക് വരത്തില്ലായിരുന്നു? ശലോമോന് വരത്തില്ല. ശലോമോന് ദൈവം നേരിട്ട് പ്രത്യക്ഷനായ ഒരാളാണ് ശലോമോൻ രാജാവ്, അല്ലെ? ശലോമോന് ദൈവം നേരിട്ട് പ്രത്യക്ഷനായതാണ്. വല്ല പ്രയോജനമുണ്ടോ?
അതുകൊണ്ട് വലിയ അനുഗ്രഹ ശലോമോന് കിട്ടിയോ? ഇല്ല, അതെല്ലാം അവസാനത്ത് കലാശിക്കേണ്ടി വന്നു. നമുക്ക് ആ സങ്കീർത്തനത്തിലേക്ക് വരാം. 71-ാം സങ്കീർത്തനം നാം വായിച്ചതായ സമയത്ത് കണ്ടു, ദാവീദിന്റെ ഒരു കാര്യം അറിയായിരുന്നു. വാർദ്ധക്യമൊക്കെ വരുന്ന സമയത്ത് ശരീരത്തിന്റെ ബലമൊക്കെ ക്ഷയിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവേ, നീ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ദൈവത്തോട് പറയുകയാണ്, അല്ലെ? വാർദ്ധക്യമൊക്കെ വരുന്ന സമയത്ത് മക്കൾ പോലും ഉപേക്ഷിക്കും. മക്കൾ പോലും എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. നമുക്ക് ക്ഷീണമൊക്കെ ആകുന്ന സമയത്ത് ദേവാസന്മാരൊക്കെ വീട്ടിൽ വരുമ്പോ പിള്ളേര് പറയും, പാസേ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. എന്തിനാ എന്നാന്നറിയാമോ? ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതെ വെളിപ്പിനെ നേരെ അങ്ങ് എടുക്കാനായി പറയുന്നു. അതിന്റെ ഒരു കോഡ് ഭാഷയാണ്. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. അല്ലാതെ ഞങ്ങളെ അപ്പം ചാകാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുമോ? അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പാസ്വേഡ് പിള്ളേർ പറയുന്നതിന് മുമ്പ് പോകാൻ നോക്കണം. ഭാവിച്ചാൽ നോക്കുന്നു. അങ്ങനെ പിള്ളേര് ഞങ്ങൾ ദൈവദാസ പറയുന്നതിന് മുമ്പേ നമുക്ക് പോകണം. സ്തോത്രം. അങ്ങനെ ആ സമയത്ത് ദൈവം നമ്മെ എടുക്കണം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പിള്ളേര് പ്രാർത്ഥിക്കാൻ വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ നീ തീർപ്പാക്കണം. സ്തോത്രം. ഇവിടെ ശലോമോന് മനസ്സിലായി, ദാവീദിന്റെ രാജാവ് ദാവീദ് ശലോമോന് മനസ്സിലായി, എനിക്ക് വയസ്സ് ചെല്ലുമ്പോൾ, എനിക്ക് വാർദ്ധക്യമാകുമ്പോൾ പിള്ളേർ എന്നെ കൈവിടും. അതുകൊണ്ട് ആ വാർദ്ധക്യത്തിന്റെ അവസാന സമയത്ത് പോലും ദൈവത്തിന്റെ ദാസനായ ദാവീദിൽ ദൈവം ആ ജ്ഞാനം കൊടുത്തിരുന്നു, അല്ലെ? തന്റെ മരണകാലം അടുത്തപ്പോൾ ദാവീദ് ശലോമോനെ വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ നിര്യാണകാലം അടുത്തു, ഞാൻ സകല ഭൂവാസികളെ വഴിയായി പോകുന്നു എന്ന് ദാവീദ് ശലോമോനെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസലോ. അതുപോലെ തന്നെയായിരുന്നു യാക്കോബിന്റെ മരണവും. പ്രൈസലോ. സ്തോത്ര. ദൈവഭക്തന്മാരൊക്കെ അവർക്ക് വളരെ ഉറപ്പും പ്രത്യാശ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെ പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റിയൊക്കെ ഒരു പ്രത്യാശ ദൈവത്തിന്റെ മക്കൾക്കുണ്ടാകണം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. ഇതാ 71-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന സമയത്ത് ദാവീദ് വീണ്ടും ദൈവത്തോട് ആഗ്രഹം പറയുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. 3-ാമത്തെ വാക്യം, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കും. എപ്പോഴും ഏത് സമയത്തും അതേ വന്നാൽ നിന്റെ അരികിൽ വരാനുള്ള ഒരു അവസരം ദൈവമേ എനിക്കുണ്ടാകണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവവുമായിട്ട് അങ്ങനെ ബന്ധം എപ്പോഴും ഉണ്ടാകണം. ദൈവമായിട്ട് എപ്പോഴും ഒരു ബന്ധം അതേ ഉണ്ടാകണം. ദൈവമായിട്ട് അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, അല്ലേ? അല്ലാതെ നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിലോ നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലോ ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവര് ആദ്യം ചോദിക്കുന്നത് എന്താ പ്രത്യേകിച്ച് വിശേഷം വല്ലതും ഉണ്ടോ വരാൻ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ അടുത്ത വണ്ടി കയറി നമ്മൾ സ്ഥലം വിടാം, അല്ലേ? എന്താ പ്രത്യേകിച്ച് വരാൻ? എന്താ പ്രത്യേക വിഷയം വല്ലതും ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കും. എന്നാൽ ദാവീദ് പറയുകയാണ്, ഏത് സമയത്തും വരാൻ ഒരു ബന്ധം കർത്താവ് അവയെ ദാവീദിന് കൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. കർത്താവിന് വരുത്തുന്ന വായിക്കുന്നു, തിരുവഴുത്തിൽ വളരെ ബുദ്ധിശാലിയായ ദൈവഭക്തയായ ഒരു സ്ത്രീ അങ്ങനെ ദൈവത്തിന് വേണ്ടി കരുതി നാം വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കയറും. അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുത്തിൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ പാളികമുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് അവിടെ നാം വായിക്കുന്ന സമയത്ത് എലീശയെ ഒരു വീട്ടിൽ സ്വീകരിക്കുകയാണ്, അല്ലെ?
എലീശ ആ വീട്ടിൽ സ്വീകരിച്ചത് ആരെ സ്വീകരിച്ചതുപോലെ തന്നെയാണ്, ദൈവത്തെ സ്വീകരിച്ചതുപോലെ തന്നെയായിരുന്നു ആ സ്ത്രീ എലീശയെ കൈക്കൊണ്ടത്. അല്ലേ? ദൈവത്തെ സ്വീകരിച്ചതുപോലെ ആ സ്ത്രീ എലീശയെ ആ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. അവൾ തന്റെ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ ആരാണ്? ഒരു ദൈവപുരുഷനെന്നല്ല, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. അങ്ങനെ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ, ഒന്നുകൂടി വായിച്ചേ. നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. പ്രൈസലോ. അപ്പൊ ദൈവപുരുഷൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷിക്കാൻ അവസരമില്ല. എന്നാൽ ഈ സ്ത്രീ പറയുകയാണ്, ഇയാൾ ആരാണ്? വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. പ്രൈസലോ. ഇയാൾ വിശുദ്ധനാണോ ഇല്ലയോ എങ്ങനെയാ മനസ്സിലായത്? വെള്ളയുടുപ്പ് കണ്ടാണ്ടാണോ? ക്ലീൻ ഷേവ് കണ്ടാണ്ടാണോ? അല്ല. പ്രൈസലോ. ആളെ പരിശോധിച്ചു, മനസ്സിലാക്കി, ചില ദിവസങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി, വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ് എലീശ. അങ്ങനെ മനസ്സിലായപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഭർത്താവിനോട് പറയുകയാണ്, എന്താ പറഞ്ഞത്? ഒരു മാളിക മുറി, അപ്പർ റൂം ഉണ്ടാക്കുക, അതിലൊരു കട്ടില്, ഒരു മേശ, ഒരു നാൽക്കാലി. കണ്ടോ, എന്തൊക്കെ ഉപകരണം ഉണ്ടാകണം? കട്ടില് വേണം, മേശ വേണം, നാൽക്കാലി വേണം, നിലവിളക്ക് വേണം. എന്തിനാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തോ, രാത്രിയിലാണോ വന്നെങ്കിൽ വെട്ടം കാണാം, അല്ലേ? അതുപോലെ ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കാം, കസേരയുണ്ട്. എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. അതുപോലെ വിശ്രമിച്ച് കിടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? കിടക്കാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി അവൾ തന്റെ വീട്ടിൽ ചെയ്തത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് ദൈവത്തിന് വിട്ടുകൊടുത്തു. പ്രിയമുള്ളവരെ, നാം നമ്മെ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ നാം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. അല്ലാതെ ഞായറാഴ്ച 10 മണി തൊട്ട് 12 മണി വരെ കർത്താവേ ഞാൻ എന്നെ നിനക്ക് വേണ്ടി വിട്ടു വന്നേക്കുക, അത് കഴിഞ്ഞാൽ കുഞ്ഞുവിന്റെ പാട്ടും പോകും. അല്ല, നമ്മുടെ ജീവിതത്തിന്റെ 24 മണിക്കൂറും ദൈവത്തിന് വേണ്ടി കൊടുക്കണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. 24 മണിക്കൂറും ദൈവത്തിന് വേണ്ടി കൊടുക്കണം. സ്വോത്രം 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 സ്വോത്രം. ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ? എലീശയ്ക്ക് ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എപ്പോഴും വേണമെങ്കിൽ വരാൻ. നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. ഏത് സമയത്തിനും ദൈവത്തിന് വരാനൊരു അവസരം ഉണ്ടാക്കണം. ഏത് സമയത്തും ദൈവത്തിന് വരാൻ, ഏത് സമയത്തും ദൈവത്തിന് പ്രവേശിക്കാൻ, ഏത് സമയത്തും ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നതായ ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നത്. നോക്കൂ പ്രിയമുള്ളവരെ, ആ സങ്കീർത്തനത്തിന്റെ അടുത്ത ഭാഗമായിട്ട് 20, 21, 22 വാക്യം വായിക്കുമ്പോൾ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. സ്വോത്രം. കണ്ടോ, ഇവിടെ വായിക്കുന്ന സമയത്ത് അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ. കണ്ടോ, എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് എന്തുണ്ട്? കഷ്ടങ്ങളും അതേ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവമക്കളുടെ ജീവിതത്തിനകത്തുണ്ട്. നമ്മുടെ കൂട്ടായ്മ പ്രാർത്ഥിക്കുക. ഇവിടെ അങ്ങനെ ആരും പ്രാർത്ഥിച്ചു, കർത്താവേ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാൻ സമ്മതിക്കരുത്. അങ്ങനെ കുടുംബത്തിനകത്ത് വീടിനകത്തിരുന്നു കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാൻ പറ്റുന്നത് എവിടെയെന്ന് വെച്ചാൽ വീട്ടിൽ ആ കട്ടയിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പൊ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആപത്തും അനർത്ഥവും മുള്ളും ഒക്കെ, മുള്ളല്ല കത്തിയെല്ലാം ചേർന്ന സമയം കമ്പി പോലും നമ്മുടെ ദേഹത്ത് കയറേണ്ട അവസരങ്ങൾ ഉണ്ടായി ഈ ലോകത്ത് ജീവിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ കയറിയാലും ഇങ്ങനെയൊക്കെ വന്നാലും പിശാച് പറയും ഇതോടെ അവൻ തീർന്നു. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ചാടി എഴുന്നേറ്റ് വരികയാണ്. ഇങ്ങനെയൊക്കെ കഷ്ടം വന്നിട്ടും, ഇങ്ങനെ പ്രതികൂലം വന്നിട്ടും, ഇങ്ങനെ നാശം വന്നിട്ടും ഇതോടെ തീർന്നു, ഇതോടെ തീർന്നു. സ്തോത്രം.
ചിലരൊക്കെ പറയാറുണ്ട്, ഈ ഭരണം തീർന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും, ഇതോടെ തീരും. ഇല്ല, സ്വർഗത്തിൽ ഒരു ഭരണമുള്ളിടത്തോളം കാലം, സ്വർഗത്തിൽ മന്ത്രിസഭ ഉള്ളിടത്തോളം കാലം, ദൈവം രാജാവായിരിക്കുന്നിടത്തോളം കാലം നീ പേടിക്കണ്ട, നീ പേടിക്കരുത്. സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തില് മരിച്ചു പോകുന്ന ഒരു മനുഷ്യനല്ല, പിന്നെയോ മരണത്തെ ജയിച്ചവൻ നിന്റെ രാജാവായിരിക്കുന്നിടത്തോളം കാലം നിന്റെ സുപ്രീം അധികാരി എന്ന് പറയുന്ന ദൈവമാണ്. ദൈവത്തിനല്ലാതെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് നീ വിശ്വസിച്ചോ. ദൈവത്തിനല്ലാതെ എത്രമാത്രം ദോഷം ചെയ്തോട്ടെ, നീ എത്രമാത്രം കെട്ടുകെട്ടിക്കോട്ടെ, തകർക്കാൻ വേണ്ടി ഏതെല്ലാം പണികൾ ചെയ്തോട്ടെ, ദൈവം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, നീ ദൈവത്തിന്റെ മകനായിരിക്കുന്നിടത്തോളം കാലം, നീ ദൈവത്തിന്റെ മകളായിരിക്കുന്നിടത്തോളം കാലം നിന്നെ തൊടാനൊരു പിശാചിനെ കഴിയത്തില്ല. കാരണം നിന്നെ വിളിച്ചത് കർത്താവാണ്, ദൈവമാണ്. നീ ആയിരിക്കുന്ന ദേശം മൊത്തം നിനക്കെതിരെ എതിരേറ്റാലും ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിന്നെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. കഷ്ടം വരത്തില്ലെന്നല്ല, കഷ്ടം വരും, പ്രതികൂലം വരും. പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ നിന്ന് ദൈവം നിന്നെ ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് നിന്നെ തിരികെ കയറ്റും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് തിരികെ കയറ്റും. ദാവീദ് പറയുകയാണ്, ഭൂമിയുടെ ആഴത്തിൽ നിന്ന് ആഴമേറിയ പതനത്തിൽ പതിച്ചിരിക്കുകയാണ്, എന്നാൽ ഇതിന്റെ ആഴങ്ങൾ ദൈവത്തിനെ പൊക്കാൻ പോവുകയാണ്, ആഴം ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. തീരത്തില്ല, തീരത്തില്ല. ദൈവം നിനക്ക് വേണ്ടി പുതിയ ചെയ്യാൻ പോവുകയാണ്, പുതിയ തലം തുറക്കപ്പെടാൻ പോവുകയാണ്. ഈ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നിന്നെ ആക്കി ഇറത്തുന്ന, ദൈവം നിന്നെ ആക്കി ഇറത്തുന്ന മാത്രം ഈ ലോകത്തിലെ ആരും വിചാരിച്ചാലും നടക്കത്തില്ല. ദൈവം നിന്നെ ഉറപ്പിക്കുകയാണ്, ദൈവം നിന്നെ ഉറപ്പിക്കുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുത്തുകയാണ്. ഈ ലോകത്തിലെ ഭരണമൊക്കെ മാറി മാറി പോകും. പ്രൈസലോ. അത് നിങ്ങളുടെ ദൈവമക്കളെ ഇളകരുത്, പേടിക്കണ്ട. പ്രൈസലോ. ദൈവം നായകനായിരിക്കുന്നിടത്തോളം കാലം, ദൈവം രാജാവായിരിക്കുന്നിടത്തോളം കാലം പ്രൈസലോ ഒന്നും നിനക്ക് ഒരു ദൈവം വിളിക്കത്തില്ല. പ്രൈസലോ. 21-ാമത്തെ വാക്യത്തിൽ നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. പ്രൈസലോ. എന്റെ ദൈവമേ, ഞാൻ വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസതയെ സ്തുതിക്കും. ദാവീദ് പറയാം, നിന്റെ മഹത്വം വർദ്ധിപ്പിക്കണം. ദൈവം ഇടപെടാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് എല്ലാം അനുകൂലമായി തീരും. അതുകൊണ്ട് ഇതുപോലെ കാലം ആ മഹാദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രത്തോടെ ദൈവമായിരിക്കാം. സാക്ഷ്യത്തിനായി സമയം വേർതിരിക്കുന്നു. കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറയും. അതിനുശേഷം അതേ സഹോദരന്മാര് ദൈവത്തിന് സാക്ഷ്യം പറയും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഏതൊരാപത്തിലും ഏതോ നേരത്തിലും എനിക്കെന്നും ഏതൊരാപത്തിലും ഏതോ നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ കരവിങ്ങിടും വേളകളിൽ ഇരുട്ടിങ്ങിടും പാതകളിൽ കരവിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ അതുപോലൊരുവൻ എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും പത്രാഴ്ചയ്ക്ക് വേണ്ടി ജോണച്ചാൻ ഈ സമയത്ത് ദിവസത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം. ആമേൻ. കർത്താവ് പ്രാർത്ഥന ഇടുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി മാത്യു പുതിയൊരു വയസ്സിലേക്ക് ദൈവമായ കർത്താവ് കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ദൈവമായ കർത്താവ് കൂടെ ഇരുന്നു. പ്രയാസങ്ങൾ പ്രതികളൊക്കെ നിറഞ്ഞ ഈ ജീവിത സാഹചര്യത്തിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം തന്നെ നമ്മൾ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പുതിയ ആണ്ടിൽ കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മേഴ്സി ആന്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചുമയാൽ ഭാരപ്പെട്ടു, പനിയാൽ ഭാരപ്പെട്ടു. കർത്താവ് ഇത്രത്തോളം വിടുതൽ കൊടുത്തു. കുനുസിനെയും സൗകര്യ വിവരങ്ങൾ ഏൽപ്പിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് പകൽ അങ്ങേ ആരാധിപ്പാൻ കൂട്ടി വരുത്തിയ നിന്റെ കുഞ്ഞുങ്ങൾക്കായി നിന്റെ ദാസി ഉഷമത്തിനായി സ്തോത്രം. മകളെ സഹായിക്കണം. ഈ ദേശത്ത് ഈ ദൈവസഭയ്ക്ക് അനുഗ്രഹമായ കർത്താവെ ഒരു ദൈവദാസിയാക്കി നിന്റെ മകളെ തീർത്തല്ലോ. നിന്റെ മകളിലൂടെ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ മകളെ സഹായിച്ചല്ലോ. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും കരയുവാനും അപേക്ഷിപ്പാനും ഒക്കെ നിന്റെ മകൾക്ക് കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനും പദവിക്കും കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പുതിയ വർഷത്തിൽ അങ്ങേക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ നിന്റെ മകളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറിയ കൃപ അനുഗ്രഹം കൊടുക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും പ്രാപിച്ച നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ മകളെ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മാമിക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച നിന്റെ പൈതൽ പനിയാൽ ഭാരപ്പെട്ടു. എങ്കിലും ഇന്ന് പകൽ അങ്ങേ ആരാധിപ്പാൻ നിന്റെ മകളെ കൂട്ടിവെത്തിയല്ലോ. സമയപൂർണ്ണമായി മാറുവാനും ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കുവാൻ, ബലം വീണ്ടെടുക്കുവാൻ, സൗഖ്യം വീണ്ടെടുക്കുവാൻ സഹായിക്കണമേ. പ്രിയ സ്വരം പുനൂസിന് വേണ്ടി, പ്രിയ സ്വനേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കഴിഞ്ഞ ചില നാളുകളായി മാറി മാറി ഓരോ വിഷയങ്ങൾ അവരുടെ മേൽ വന്ന് ശാരീരികമായി മാനസികമായിട്ടൊക്കെ അവർ ഭാരപ്പെട്ട സമയത്തും അങ്ങ് കൂടെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പരിപൂർണമായി വിടുതൽ നൽകി ദേശത്ത് അവരെ അത്ഭുത വിഷയമാക്കണമേ എന്ന് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്കായി, അവരുടെ വിദ്യാഭ്യാസത്തിനായി സ്തോത്രം, മാതാവിനായി സ്തോത്രം. അനുഗ്രഹിക്കണമേ. ജസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൂട് നിറഞ്ഞ മരുഭൂമിയിൽ കർത്താവേ പൈതലിനെ നീ അനുഗ്രഹിക്കണമേ. പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ തന്റെ മകന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഉയർച്ചയും വിശാലത നൽകണമേ. കർത്താവേ സ്തോത്രം. ജോബിയെ സേവിതങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ പ്രത്യേകമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബൗജാനായി സ്തോത്രം. കർത്താവ് ഏഞ്ചലിനായി സ്തോത്രം. എന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ ജോണച്ചാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം എന്റെ ദാസനോട് കൂട്ടിരിക്കണമേ. ആവശ്യമായ ബലവും നൽകണമേ. അജിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില നാളിന് ശേഷം കർത്താവിന്റെ സഭയിൽ വന്ന് അങ്ങേ ആരാധിപ്പാൻ ഇടയാക്കിയല്ലോ. തുടർന്നുള്ള ജോലിയിലൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ. അനുദയ വിവരങ്ങൾ ഏൽപ്പിക്കുന്ന ജോയിക്കായി സ്തോത്രം. ജോലി വിവരങ്ങൾ ഏൽപ്പിക്കുന്ന ദിവസങ്ങളൊക്കെ പനിയാൽ ഭാരപ്പെട്ടുവെങ്കിലും
കർത്താവ് നൽകിയ വിടുതലിനായി സ്തോത്രം. അടിയങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. ഞങ്ങളെ കൂടിയവരും അനുഗ്രഹമാക്കണമേ. ഈ ദേശത്തിന് വലിയ വിടുതലും അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്നു. അറിയാത്തവനായി കൂടെ ഇരിക്കണമേ. ഇന്ന് വരുവാൻ കഴിയാതെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് ഓർക്കണം. അടുത്ത ആഴ്ച എല്ലാവരും വരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് മെച്ചിഹയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം നൽകി കർത്താവെ അങ്ങയുടെ ജനത്തിന് മുമ്പാകെ വന്ന് അങ്ങ് ചെയ്ത വിടുതലിനെ പറ്റി സാക്ഷിപ്പാൻ സഹായിക്കണമെന്ന് കർത്താവെ ഷീബയ്ക്ക് വേണ്ടി സനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇത് കർത്താവെ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ശാന്തമാമയും കുടുംബത്തെയും സിമിയെയും കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സുഹൃത്തിനെ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സഹായിക്കണമേ. ദയവായി കർത്താവ് ഇന്ന് മകൾ എല്ലാ നന്മകൾക്കായി നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. ഇനി ഞങ്ങൾ കടന്നുവരോളം അവിടുത്തെ ചിറക് ഞങ്ങളെ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തെ കേൾക്കണം നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. നൽകിയതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാ ദൈവത്തിന്റെ അനുഗ്രഹം കൂട്ടായ്മയും കാവലും കൃപയും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്നും എന്നേക്കിരിക്കുമാറാകട്ടെ. ഇത്രത്തോളം ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സ്തോത്രം.